പറയുന്നത്. കാര്യം ശരി, നമ്മൾ പ്രബുദ്ധരാണ്, മലയാളികളൊക്കെ പ്രബുദ്ധരാണെന്ന് ഊറ്റം കൊള്ളുമ്പോഴും മറ്റേത് സംസ്ഥാനത്തുള്ളവരെക്കാളും കൂടുതൽ തട്ടിപ്പിന് ഇരകളാകുന്നത് മലയാളികളാണെന്ന് അതിലൊരു തർക്കവും ഇല്ല കേട്ടോ. ആട്, തേക്ക്, മാഞ്ചിയം, ചിട്ടി തട്ടിപ്പ് ഇതൊക്കെയായിരുന്നു പണ്ടെങ്കിൽ ഇപ്പോൾ സൈബർ തട്ടിപ്പ് മുതൽ പകുതി വിലക്കാരും വ്യാജ വിസക്കാരും വരെ പറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. പല കാലങ്ങളിലായി മലയാളികളുടെ കോടികൾ പറ്റിച്ച് നാടുവിട്ടവരാരും തട്ടിപ്പിനിരയായവരെ തേടി തിരികെ എത്തിയിട്ടില്ല. തട്ടിപ്പുകാർ സകലതും കൈക്കലാക്കി നാടുവിടുന്നതുവരെ നാം ഒന്നും അറിയാറുമില്ല. 90കളിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തെത്തിയ ആട്, തേക്കുമാഞ്ചിയമായിരുന്നു വമ്പൻ തട്ടിപ്പുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതെങ്കിൽ 2000-ന് ശേഷം നിക്ഷേപച്ചെട്ടി തട്ടിപ്പായിരുന്നു ട്രെൻഡ്. വെറൈറ്റി പിടിച്ചത് 10 വെച്ചാൽ 100 കിട്ടും, 100 വെച്ചാൽ 10,000 കിട്ടും എന്ന പേരിൽ ശബരിനാഥ് എന്ന 18-കാരൻ നടത്തിയ ടോട്ടൽ ഫോർ യു തട്ടിപ്പ്. ഇടയിൽ ഹിമാലയ ചിട്ടി തട്ടിപ്പ് പോലെ കുഞ്ഞൻ സ്രാവുകൾ വന്നും പോയുമിരുന്നു. സോളാർ പവർ പ്ലാന്റുകളും വിൻമിൽ ഫാമുകളും നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സരിത എസ് നായരും പ്രബുദ്ധരായ മലയാളികളെ പറ്റിച്ചു. 2020-ലാണ് പത്തനംതിട്ട കോന്നി കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫിനാൻസ് 2000 കോടിയുടെ തട്ടിപ്പ് നടത്തിയത്. ശാഖകൾ തുറക്കാതെ വന്നതോടെയാണ് കോടികൾ നിക്ഷേപിച്ചവർ പോലും തട്ടിപ്പറയുന്നത്. ഇരകൾ 5000 പേർ. വർഷങ്ങൾ പോകവേ തട്ടിപ്പിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. അത്തരത്തിലൊന്നാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പെന്ന് ED കോടതിയെ അറിയിച്ച ഹൈറിച്ച് കേസ്. ഇടനിലക്കാരില്ലാതെ ഫാക്ടറികളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഏറ്റവും വിലക്കുറവിൽ ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും വ്യാപകമായതോടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകളും പെരുകി. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞാണ് അനന്തു കൃഷ്ണൻ സാധാരണക്കാരായ നിരവധി സ്ത്രീകളെയും പുരുഷന്മാരെയും പറ്റിച്ചത്. അനന്തു ഇനിയും സ്കൂട്ടർ നൽകാനുള്ളത് 31,000 പേർക്കാണ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം 2023-ൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ 23,753 പേർക്കായി 201 കോടിയാണ് നഷ്ടമായത്. സൈബർ തട്ടിപ്പിനിരകളാകുന്നവരിൽ അധികം പേരും ഉയർന്ന സാമൂഹ്യ ശ്രേണിയിൽ ഉള്ളവരും. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.